അനീഷേട്ടൻ ഞാൻ സിംഗിളാ, അനീഷേട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. ഒരിക്കലും ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹമത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട്. അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. നിലയിലാണ് അവളെ ക്യാരക്ടർ വെച്ച് അങ്ങനെയാണ്. പക്ഷെ പുറത്തുള്ളവർ അതങ്ങനെ കോംബോ ആയിട്ട് ഈ ബിഗ് ബോസിൽ അങ്ങനെ ഒരു കോംബോ എപ്പോഴും ഒരു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അനുമോൾ കുലസ്ത്രീയാണ്. അങ്ങനെ നമ്മള് ഗ്രാമത്തിലല്ലേ നമ്മൾ വളർന്നത്, അപ്പൊ അതിന്റേതായ ഒരു കുറച്ച് ക്യാരക്ടർ അവർക്ക് ഉണ്ട്. അവൾക്കത് ഇടാൻ താല്പര്യമില്ല, മേ ബി അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. അതിനാണ് ഈ കുലസ്ത്രീ എന്നൊരു പേര് അടിച്ചേൽപ്പിക്കുന്നില്ല. അവളുടെ ആരാധന അവള് പറയും ഇഷ്ടം ഇതാണ് എന്നൊക്കെ പറയുന്നുള്ളൂ. നമുക്ക് പരിചയക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്ര പൈസ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ ഇന്നും പറഞ്ഞു മക്കൾക്ക് ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 14 ലക്ഷം കൊടുത്തിട്ടില്ല, ഇനി എന്തിനാ നമ്മൾ വോട്ട് ചെയ്യണേ? പൈസ കൊടുത്ത PR വോട്ട് പഠിച്ചു തരും, എനിക്കറിയില്ല. ബോസിനകത്ത് ശരിക്കും തുറന്ന പുസ്തകം ആവണോ അതാവരുത്? ഒരിക്കലും അതാവരുത്. വരട്ടെ ഇങ്ങോട്ട്. ഇതൊക്കെ വീട്ടിലെ കാര്യമില്ല. ഏഷ്യാനെറ്റിന്റെ ഒരു 80% പ്രൊമോ ആരുടെ പേരിലാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് വന്നിരിക്കുന്നത്, അനുമതിയാണ്. കണ്ടന്റ് കൊടുത്താൽ മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അതായത് മീഡിയക്കാരെങ്ങാനും സമീപിച്ചിട്ടുണ്ടെന്നെങ്ങാനും പറഞ്ഞ് അതിൽ നിന്ന് വന്നതായിരിക്കും, അല്ലാതെ ആ 16 ലക്ഷം കൊടുത്തു പോവേണ്ട സിറ്റുവേഷൻ അല്ല നമുക്കുള്ളത്. ആര്യന്റെ ക്യാരക്ടർ വെച്ച് ആര്യൻ അവിടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അന്ന് പിണക്കമാണെങ്കിൽ പോലും ആര്യം വന്ന് സംസാരിക്കുകയും ചൊറിയൊക്കെ ചെയ്യും. അല്ല, ഇൻഫാക്ട് നമ്മള് പോയപ്പോഴും ആര്യം വന്ന് അമ്മയോട് സംസാരിച്ചു, നല്ല രീതിയിൽ ലാസ്റ്റ് അനുമോളിലോട്ട് കൈ കൊടുത്ത് പറഞ്ഞില്ല, കൈ കൊടുത്ത് കാണണം. കാരണം അതിനുശേഷം അതിനെ കുറിച്ചൊന്നും പറയണതായിട്ട് ഞാൻ കേട്ടില്ല. നമുക്ക് അന്ന് ലൈവ് ഇല്ലായിരുന്നല്ലോ. അനുമോളിന് ഫെയിം വേണ്ട, പൈസ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ പൊസിഷനും എമൗണ്ട് ഇല്ല. ആ ഒരു പണപ്പെട്ടി